ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ധ്യാസമയം കൂടെ ദൈവം നമുക്ക് ദാനം ചെയ്തു തന്ന ഈ പ്ലാറ്റ്ഫോമിൽ ദൈവത്തെ സഹോദരിമാരായ നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുവാനും അനേക വിഷയങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുവാനും ദൈവം തന്നിരിക്കുന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നാം സ്ഥലകാല വ്യത്യാസമന്യേ പ്രായഭേദമന്യേ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിന്റെ സന്നിധിയിലാണ് കൂടിയിരിക്കുന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിന് അത് അത്ര ഈസിയുള്ള കാര്യമല്ല. എല്ലാവരെയും ഒരുക്കി പ്രോഗ്രാം എല്ലാം ക്രമീകരിച്ച് എല്ലാ ആഴ്ചയിലും എപ്പോഴും അത് ചെയ്തു തരുന്ന പ്രിയപ്പെട്ടവരെ, അതിന്റെ അഡ്മിൻസിനെ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാൽ ഷിബായെയും ഡാലി സിസ്റ്ററിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡാലിയാണ് ഈ പ്രോഗ്രാം, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത്. എനിക്കും ഇതിലൊരു പങ്കും ഒക്കെ തന്ന ദൈവത്തിനും അതിന്റെ പുറകിൽ പ്രവർത്തിച്ച പ്രിയ സഹോദരിമാർക്കും ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദിയെ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന് സകല മഹത്വവും കൊടുക്കുകയാണ്. നമ്മൾ കൂടി വരുമ്പോഴൊക്കെയും നമ്മൾ വചനം ധ്യാനിക്കുകയും പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനുള്ള അവസരമാണ് ദൈവം നൽകി തന്നിരിക്കുന്നത് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കുചേരുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൽ ശുശ്രൂഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ എൽസി ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓപ്പണിംഗ് പ്രയർ ചെയ്യുവാൻ പ്രിയദാസിക്ക് ഈ പ്രായത്തിലും നമ്മളെക്കാൾ ചുറുചുറുപ്പോടെ കാര്യങ്ങൾ ചെയ്യുവാനും അവാർഡ് കരസ്ഥമാക്കുവാനും ഒക്കെ ദൈവം കൃപമേൽ കൃപ ചെയ്തു കൊടുക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്റെ ദാസി നമുക്കൊരു വലിയ ഒരു ഉത്തേജനമാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്കും അത് പിൻപറ്റി മുമ്പോട്ട് പോകുവാൻ ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവം ഒരുക്കി തരുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ദാസിയെ ഓർത്ത് നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കണം. മകളുടെ അസുഖവിവരങ്ങളൊക്കെ നമുക്കറിയാം. അതിലും താൻ തളർന്നു പോകാതെ, തൻ്റെ പ്രയാസങ്ങളിലും തളർന്നു പോകാതെ മുമ്പോട്ട് പോകുന്നുണ്ട്. വളരെ ചുറുചുറുക്കോടെ ഈ പ്രായത്തിലും ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പാട്ടുപാടുന്ന കുഞ്ഞ് ഫേബ ജോയിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു പൈതലും നമുക്ക് വേണ്ടി പാട്ടുപാടുന്നു. അവളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇടയിൽ അനേക കുഞ്ഞുങ്ങളെ നൽകി തന്ന് ദൈവം അനുഗ്രഹിക്കുന്ന ഈ ശുശ്രൂഷകൾക്ക് അവരും അവരുടെ നാവ് കൊണ്ട് പാടുവാനുള്ള കഴിവ് അവർക്ക് കൊടുത്തത് അവർ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ പ്രിയ മകളെയും ദൈവസന്നിധിയിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. ദൈവം അവളെ എടുത്ത് അവിടെ കുടുംബമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൂടാതെ നമുക്കിന്ന് വചനം നൽകി തരുന്ന 20 മിനിറ്റേ ഉള്ളെങ്കിലും വചനം പകർന്നു തരുന്ന പ്രിയദാസി സർള മഹേശനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം ദൈവനാമത്തിനു വേണ്ടി വളരെ അധ്വാനിക്കുന്നവരും വളരെ ഉത്സാഹമുള്ളവരുമാണ്. കഴിഞ്ഞ ദിവസം പ്രിയദാസിക്ക് സൗഖ്യമില്ലായിരുന്നു. എവിടെയൊക്കെയോ പോയി ശുശ്രൂഷ ചെയ്തതിന് ഇടയ്ക്ക് കിട്ടിയതാണ്. എന്നാൽ ഇന്ന് ഇത്രയും ആരോഗ്യത്തോടുകൂടെ നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമുക്ക് തൻ്റെ ദാസിയിൽ കൂടെ ലഭിക്കുവാൻ പോകുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉതകുന്ന വചനം നമുക്ക് ലഭിക്കും. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവാത്മാവിന്റെ നിറവോടുകൂടി അത് ചെയ്യുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരും. മാത്രമല്ല, ഇന്നിവിടെ കടന്നു വന്ന് ഇതിൽ പങ്കുചേരുന്ന എല്ലാവരെയും നമുക്കറിയാം. എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളവരും പല രാജ്യത്തിരുന്നവരും
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ദുബായിലാണ്. പലപ്പോഴും ടൈം കണക്ക് കൂട്ടുമ്പോൾ അങ്ങ് തെറ്റി പോകുന്നുണ്ട്. എല്ലാം ഇട്ട് തന്നിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അങ്ങ് തെറ്റി പോകും. അതാ ഇച്ചിരി 5 മിനിറ്റ് താമസിച്ചു പോകുന്നത്. എങ്കിലും ദൈവം എന്നെയും ബലപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞല്ലേ, മാനസികമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലല്ല ഇങ്ങോട്ട് കടന്നു വന്നത്. കാരണം പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് അമ്മയെ ഇട്ടേച്ച് പോവാന്ന് പറഞ്ഞാല് അതെനിക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ദൈവം എന്നോട് കരുണ കാണിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇത്രത്തോളം ബലത്തോടെ ഇവിടെ ആയിരിക്കുന്നു. മാത്രമല്ല, ഇവിടെയുള്ള ഞങ്ങൾ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലും ഈ മീറ്റിങ്ങുകളിലൊക്കെയും പങ്കുചേരുവാൻ ദൈവം എന്നെയും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്ലോസിംഗ് പ്രെയർ ചെയ്യുന്ന ആരാന്നേം പെട്ടെന്ന് ഓർത്തില്ല. പ്രിയ സഹോദരിയെ ബേബി റെജിയാണ്. ബേബി റെജിയെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയ മകളും നമ്മുടെ ഇടയിൽ വളരെ താനും കുടുംബമായി കടന്നു പോകുന്ന പാത നമുക്കറിയാം. ധനദാസന്റെ രോഗത്തോടുള്ള ബന്ധത്തിൽ, എന്നാൽ ആത്മീയമായി വളരെ കാഴ്ചപ്പാടുള്ള പ്രിയ കുടുംബത്തെയും പ്രിയദാസിയെയും ദൈവസന്നിധിയിൽ വെച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഇന്ന് പിന്നെ നമ്മള് ഗ്രൂപ്പായിട്ട് പ്രാർത്ഥനയ്ക്കായി കയറുമ്പോൾ അവിടെയും ദൈവത്തിന്റെ നിയന്ത്രണവും ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മളായിരിക്കാൻ ഇടയാക്കുന്നതിനും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി ഓപ്പണിംഗ് പ്രെയർ, പ്രൈസ് ആൻഡ് പ്രെയർ ചെയ്യുവാൻ പ്രിയ എൽസി ആന്റിയെ ക്ഷണിക്കുന്നു. ആന്റി മ്യൂട്ട്. ആന്റി എൽസി ആന്റി മ്യൂട്ടാ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, വന്ദിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സകല സ്തുതിക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും ശക്തിക്കും യോഗ്യൻ നീ മാത്രമാകിയാൽ നന്ദി. കർത്താവേ, നിന്റെ പാദപീഠത്തിങ്കൽ തക്ക സമയത്ത് കരുണ പ്രാപിപ്പാനാണ് നിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആ വിധത്തിൽ അവിടുത്തെ പാദപീഠത്തിങ്കൽ വന്ന് ഇതാ ഞങ്ങൾ മുട്ടുകുത്തുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നു വെച്ച് കർത്താവെ, അതിലുള്ള സകല അകൃത്യങ്ങളും സകല അശുദ്ധിയും നീക്കിക്കളഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥന തിരുനിവാസത്തെ ചലിപ്പിക്കത്തക്ക ഒരു പ്രാർത്ഥനയായിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഇതാ മുട്ടുകുത്തി തിരുമുമ്പാകെ തിരുമുഖത്തേക്ക് നോക്കി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവെ, നിന്റെ മകൾ പറഞ്ഞതുപോലെ നിന്റെ ദയ, നിന്റെ കരുണ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഇങ്ങനൊരു മാധ്യമത്തെ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്ന നീ മാത്രമാകിയാൽ സ്തോത്രം. നീ മാത്രം ഉന്നതനായിരിക്കണം. ഞങ്ങൾക്ക് ആർക്കും ഒരു ഉന്നതത്വം വേണ്ട കർത്താവെ, ഒരു മഹിമയും വേണ്ട. നിന്റെ മഹത്വം നീ ആർക്കും കൊടുക്കയില്ല. ഞങ്ങൾ ആരും അത് എടുക്കുവാൻ ഒരിക്കലും ഇടവരരുത് കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ താഴ്ത്തി ഞങ്ങൾ വിനയത്തോടുകൂടെ തൃപ്പാത്തിൽ ഇതാ മുട്ടുകുത്തിയിരിക്കുന്നു. അതിനെ യോഗ്യരാക്കി തീർത്ത കർത്താവായ യേശു ക്രിസ്തുനായിട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂസിലെ രക്തത്താൽ മാത്രം ഈ പ്രവേശനം ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഞങ്ങളുടെ പാവങ്ങളെ ഏറ്റുകൊണ്ട് ഞങ്ങളെ നിന്റെ മക്കളാക്കി തീർത്ത വന്ദയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, സ്തോത്രം. കൂടി വന്നിരിക്കുന്ന ഓരോ സഹോദരിമാരെയും നീ അറിയുന്നുണ്ട്, സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നവൻ നീ മാത്രമാണ് കർത്താവേ. ബാഹ്യമായി എന്തെല്ലാം പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും കർത്താവെ, നീ പ്രസാദിക്കുന്ന ഒരു കൂടിവരവാക്കി ഇന്നതിനെ തീർക്കണം. ഞങ്ങൾ പ്രാർത്ഥനയ്ക്കാണ് കൂടി വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഇടയിൽ പാടുന്നവരുണ്ട്, വചനം സംസാരിക്കുന്നവരുണ്ട്, കർത്താവിൽ നിന്നെ സ്തുതിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ ഒക്കെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ തക്കവണ്ണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രസാദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുന്ന പാട്ടുകൾ ഞങ്ങളുടെ ഹൃദയത്തിന് മാത്രമല്ല, നീയും പ്രമോദിക്കത്തക്ക പാട്ടുകൾ പാടുവാൻ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണമേ. അതുപോലെ വചനം സംസാരിക്കുന്ന ദാസിക്കായിട്ട് സ്തോത്രം. നിന്റെ മകളുടെ പക്കൽ കൊടുത്തിരിക്കുന്ന വചനം പരിശുദ്ധാത്മ നിറവിൽ പങ്കുവയ്ക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ തകർക്കുവാൻ തക്കവണ്ണം, ഹൃദയങ്ങളെ ഉത്തേജിപ്പാൻ തക്കവണ്ണം, പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾക്ക് വിഷയം തന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ താഴ്ത്തി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ശക്തിയേറിയ വചനം
നിന്റെ മകളുടെ പക്കൽ കൊടുത്തിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആദിയോടന്തം കർത്താവെ നീ തന്നെ ഏറ്റെടുത്ത് ഈ മീറ്റിങ്ങിനെ ഭരിക്കണമേ. സാത്താന്റെ യാതൊരു ശക്തിയും ഇതിൽ കടന്നു വരാതെ വണ്ണം നീ മതിൽ കെട്ടി, തീ മതിൽ കെട്ടി സാത്താനെ പുറത്താക്കി ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിൽ സന്തോഷിപ്പാൻ തന്ന ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. തുടർന്നുള്ള ഓരോ പരിപാടികളും തിരുനാമ മഹത്വത്തിനായി തീരണം. നിന്നെ മാത്രം ഉന്നതൻ കർത്താവേ, മഹോന്നതനായ കർത്താവേ, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, വന്ദിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ ഈ കൂടിവരവ്, ഞങ്ങളുടെ പ്രാർത്ഥന തിരുനാമ മഹത്വത്തിനും അനേകർക്ക് ആശ്വാസത്തിനും അനേക വിഷയങ്ങൾ ഞങ്ങൾ എണ്ണി എണ്ണി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്നവർക്ക് അത് ആശ്വാസമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ നീ പ്രസാദിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. 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 അമ്മമ്മ മ്യൂട്ടാണ്. ദൈവത്തിന് നന്ദി പറയുകയാണ്. എൽസി ആന്റിക്കും നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം ദൈവം ബലപ്പെടുത്തിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട എല്ലാ വിഷയവും ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം ബലപ്പെടുത്തിയ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നമുക്ക് പാട്ടുപാടുവാനായിട്ട് കുഞ്ഞിനെ ക്ഷണിക്കുകയാണ്. യഹോവയെ സ്തുതിപ്പീൻ. 147 സങ്കീർത്തനത്തിൽ പറയുന്നത് യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. അപ്പൊ നല്ല ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് നാം ചെയ്യിക്കുന്നത്. അത് മനോഹരവും ദൈവത്തെ സ്തുതിക്കുന്നത് ഉചിതവുമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഫേബ മോളെ പാട്ടുപാടുവാനായിട്ട് ക്ഷണിക്കുന്നു. 2 പാട്ട് പാടാം.
അടുത്ത പാട്ട് പാടിക്കാം. ആന്റി അടുത്ത അടുത്ത പാട്ട് Okay. പാടി. എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്തോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എന്റെ ദൈവമത്രേ. എന്തോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എന്റെ ദൈവമത്രേ. ഇരുൾ തിങ്ങിടും പാതകൾ കരൾ വിങ്ങിടും വേളകൾ ഇരുൾ തിങ്ങിടും പാതകൾ കരൾ വിങ്ങിടും വേളകളെ ആരിക്കൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമിതുപോലൊരുവൻ. ആരിക്കൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമിതുപോലൊരുവൻ. എന്റെ സംഗീതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്തോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എന്റെ എന്തോരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എന്റെ ദൈവമത്രേ.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്ര അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചു വിട്ടിരിക്കുകയാണ്. ഈ ഒരു സൂം പ്ലാറ്റ്ഫോം ഇതിനായിട്ട് ഒരുക്കിയ ദൈവത്തെയും അതിന്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഇവിടെ ഇരുന്ന് സ്തുതിക്കുകയായിരുന്നു. കാരണം ഒരു കുഞ്ഞും പൈതലിന്റെ ആ ഹൃദയത്തിൽ നിന്നുള്ള പാട്ടുകളാണ് നമ്മൾ കേട്ടത്. അവൾ പാടുകയാണ്, കാൽവറിനാഥൻ കരുണാനിധി, അവൻ മാത്രമാണ് എനിക്ക് ആധാരം. ഒരു കുഞ്ഞു പാടുകയാണ്, അവൻ മാത്രമാണ് എനിക്ക് ആധാരം. എത്രയോ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയി ലോകത്തിന്റെ പുറകെ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇത് വരുമ്പോൾ എങ്ങനെ അവർ തെറ്റിപ്പോകും പ്രിയപ്പെട്ടവരെ. അങ്ങനെ കുഞ്ഞുങ്ങളെ അവരുടെ ആ കൊടുത്തിരിക്കുന്ന താലന്തുകൾ നമുക്ക് കേട്ട് ആനന്ദിക്കുവാനും ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനും ഈ മാധ്യമങ്ങൾ ഇടയാക്കണം. പിന്നെ അവൾ പാടിയത്, എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയുമാണ്. അപ്പോൾ അതിനകത്ത് പിന്നെ വേറൊരാളിന് കയറുവാൻ സ്ഥലമില്ല. എന്റെ ഏറ്റവും അടുത്ത തുണ എന്റെ കർത്താവാണെന്ന് ആ കുഞ്ഞു വാ കൊണ്ട് പാടിയല്ലോ എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്തോ ഒരു ആപത്തിലും ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എന്തെല്ലാം ആപത്തുകളാണ് നടക്കുന്നത്. അതിനിടയിലും ഏതൊരു നേരത്തും കരൾ വീങ്ങി കരയുമ്പോഴും ഈ നാഥനാണ് അവളോട് കൂടെയുള്ളതെന്ന് ഈ പാട്ട് പാടി നമ്മളെയും സന്തോഷിപ്പിക്കുവാൻ ബലപ്പെടുത്തുവാൻ ആ കുഞ്ഞിന് കഴിവ് കൊടുത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അരികിൽ വരുവാൻ, കൃപകൾ തരുവാൻ ഇത്ര നല്ലവനാം പ്രിയനെ ഇപ്പാരിൽ നമുക്ക് രുചിച്ചറിയുവാൻ ഇടയായതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എത്ര അനുഗ്രഹിക്കപ്പെട്ട മീനിങ്ഫുൾ ആയിട്ട് ഉള്ള രണ്ട് പാട്ടുകളാണ് കുഞ്ഞു പാടിയത്. അവൾക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾ ദൈവം എടുത്ത് ധാരാളമായി ഉപയോഗിക്കട്ടെ, കുടുംബമായി അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആ കുഞ്ഞിനെയും കുടുംബത്തെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. മോളെ നന്ദി, ഫെബ മോൾക്ക് പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. അടുത്തതായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 20 മിനിറ്റ് നേരം നമ്മുടെ സരള സഹോദരി നമ്മളോട് വചനത്തിൽ നിന്ന് സംസാരിക്കും. ദൈവാത്മാവിൽ സംസാരിപ്പാനായിട്ട് പ്രിയദാസിയെ ക്ഷണിക്കുന്നു. അതിനുശേഷമാണല്ലോ നമ്മൾ പ്രാർത്ഥന റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തേജനം നൽകത്തക്കവണ്ണം പ്രിയദാസിയിൽ കൂടെ ദൈവം ഇന്ന് നമ്മളോട് സംസാരിക്കേണ്ടതിന് കർത്താവെ അടിയനോട് സംസാരിക്കണമേ എന്ന് ഓരോരുത്തരും നമുക്ക് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. ദൈവം പ്രിയദാസിയെ ബലപ്പെടുത്തട്ടെ. സൗര്യയെ പ്രത്യേക അതിനായിട്ട് ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു. കേൾക്കാമോ? കേൾക്കാം. ദൈവ കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. അതോടൊപ്പം എന്നെ ക്ഷണിച്ച ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച പ്രിയ ഷീബ സഹോദരിയെയും അതുപോലെ ഇതിന്റെ അഡ്മിൻസിനെയും ഞാൻ നന്ദി അറിയിക്കുന്നു. ഷീബ സഹോദരി പറഞ്ഞപ്പോഴേ അല്പം എനിക്കൊരു ഓക്കെ പറയാനായിട്ട് താമസം വന്നു. കാരണം പ്രാർത്ഥനയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി കേട്ടിട്ടുണ്ട്. ഇനിയും എന്താണ് ഞാൻ പറയേണ്ടതെന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. 2 ദിവസം എനിക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. ഒടുവിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴും ഒരു വിഷയം എനിക്ക് ദൈവാത്മാവ് തന്നു. അത് പ്രാർത്ഥനയിൽ പോരാടുക എന്നുള്ളതാണ്. അതിനോടുള്ള ബന്ധത്തില് നമുക്ക് ഒരു വാക്യം വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ഞാൻ തന്നെ വായിക്കാം. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തു യേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു എപ്പഫ്രാസ്. ഈ എപ്പഫ്രാസിനെ കുറിച്ച് 2 വാക്ക് ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ആരാണ് ഈ എപ്പഫ്രാസ്? ഈ പേരിന്റെ അർത്ഥം സുന്ദരൻ എന്നാണ്.
പേര് സുന്ദരനെ പോലെ ആ പേരിന്റെ അർത്ഥപ്രകാരം സുന്ദരനാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളാരും കണ്ടെത്തിയില്ല. എന്നിരുന്നാലും യഹൂദന്മാരായതുകൊണ്ട് സുന്ദരനായിരിക്കാം. എന്നാല് സുന്ദരി എന്ന് പറയുന്ന അർത്ഥമുള്ള ഒരു സഹോദരി നമ്മുടെ വേദപുസ്തകത്തിലുണ്ട്. ആരാണെന്ന് നമുക്ക് പറയാമോ? ആരാണ്? സുന്ദരി എന്നാണ് അർത്ഥം, നമുക്കറിയാം അല്ലെ? കെസിയ അല്ലെ? യോബിന്റെ പുസ്തകത്തിലെ 42-ാം അധ്യായത്തിലെ യോബിന്റെ 2 പുത്രിമാര് യമീമ, അതുപോലെ കെസിയ. ആ കെസിയ എന്ന വാക്കിന്റെ അർത്ഥം സുന്ദരി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ എപ്പഫ്രാസ് കൊലോസിയിലുള്ള ഒരു വിശ്വാസിയായിരുന്നു. അവനൊരു പ്രാർത്ഥനാ പുരുഷനായിരുന്നു. വിശ്വാസികൾ ദൈവകൃപയിൽ വളരുവാനും നിലനിൽക്കേണ്ടതിന് വേണ്ടി താൻ പ്രാർത്ഥിച്ച ഒരു എപ്പഫ്രാസിനെ നമുക്ക് പൗലോസ് കാണിച്ചു തരുന്നുണ്ട്. തന്റെ കൂട്ടു സഹോദരനായ എപ്പഫ്രാസ്. അപ്പൊ ഈ എപ്പഫ്രാസിന് തന്റെ സഭയെ കുറിച്ച് വളരെയധികം ഉന്മേഷവും, അതായത് അവരെ എങ്ങനെ, സഭയുടെ വിശ്വാസികളെ എങ്ങനെ ആയിരിക്കണം, അവരെങ്ങനെ ഉത്സാഹമുള്ളവരായിരിക്കണം, അവരെ എത്രത്തോളം ദൈവത്തിന് വേണ്ടി പോരാടുന്നവരായിരിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എപ്പഫ്രാസിനെ നമുക്ക് മാതൃകയാക്കാനായിട്ട്, ഒരു മാതൃകാ പുരുഷനായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എല്ലാവരുടെയും സഭകളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഓരോ സ്ഥലസഭയിൽ ഉൾപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മുടെ സഭകളെ കുറിച്ച് നമ്മുടെ ആഗ്രഹം, ഉദ്ദേശം എന്താണ്? സഭ വളരണം, ആത്മീയമായിട്ട് ഉണരണം, സഭയിൽ പുതിയ ആത്മാക്കൾ വരണം, സഭയിലെ ശുശ്രൂഷകൾ അനുഗ്രഹമായി നടക്കണം, സഭായോഗങ്ങളെ എല്ലാ സഹോദരന്മാര് കടന്നു വരണം, സഭായോഗം ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ഈ കാര്യത്തില് നമ്മുടെ ഇന്നത്തെ സ്ഥലം സഭകളില് എത്രമാത്രം മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ. പ്രാർത്ഥനാ യോഗങ്ങള്, ബൈബിൾ ക്ലാസ്സിലൊക്കെ ഉപേക്ഷയായിട്ട് വിചാരിച്ചുകൊണ്ട് ദൈവജനം പഠിക്കാനോ പ്രാർത്ഥനയിൽ പോരാടാനോ മനസ്സില്ലാതെ ഇരിക്കുന്ന ഒരു തലമുറയുടെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം എന്റെ സ്ഥലസഭയിലെ കുടുംബ പ്രാർത്ഥനയായിരുന്നു. സങ്കടകരമെന്ന് പറയട്ടെ, ഞാനും എൻ്റെ ഭർത്താവും ആ വീട്ടിലെ വ്യക്തികൾ മാത്രമേ ഈ കുടുംബ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കുക. 4-5 കുടുംബക്കാരേ ഉള്ളൂ. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള സഭയാണ്. പക്ഷെ ആർക്കും അതിനൊന്നും ഇന്ന് സമയം ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥനയിൽ പോരാടിയിരുന്ന എപ്പഫ്രാസിനെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ നാം വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്താണ് 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തില്, നിങ്ങൾ എഴുത്തുന്ന ക്രിസ്തു യേശുദാസൻ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്തു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരും ആയി നിൽക്കേണ്ടതിന് അവന് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ പോരാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ സന്ദർഭം അനുസരിച്ച് പല അർത്ഥങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എന്നാല് ഇവിടെ നമ്മൾ പ്രാർത്ഥനയിൽ പോരാടുന്ന എപ്പഫ്രാസിനെ കാണുന്നുണ്ട്. അതുപോലെ ഈ വേദപുസ്തകം തന്നെ പ്രാർത്ഥനയിൽ പോരാടി പലരെയും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാല് ഈ പോരാടുക എന്ന് പറയുന്നത് മല്ല് പിടിക്കുക, അല്ലെങ്കിൽ നിരന്തരമായിട്ട് ചോദിച്ചു വാങ്ങുക എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ പോരാടിയ എപ്പഫ്രാസിന്റെ ആഗ്രഹമാണ് നിങ്ങൾ തികവുള്ളവരായിരിക്കണം. തികവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തികയുക എന്ന് പറഞ്ഞാല് പൂർണ്ണമാകുക, മതിയാകുക, തൃപ്തിപ്പെടുക എന്നൊക്കെ അർത്ഥമുണ്ട്. നമുക്കറിയാം, ഇന്ന് ഭൗമികമായിട്ട് നോക്കുമ്പോൾ തികഞ്ഞവരായിട്ട് ആരെയും കാണുവാനായിട്ട് സാധിക്കില്ല. കാരണം 1 കിട്ടിയാൽ 10 കിട്ടണം, 10 കിട്ടിയാൽ 100 കിട്ടണം, 100 കിട്ടിയാൽ 1000 കിട്ടണം എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുന്ന ജനങ്ങളാണ് നമ്മുടെ മധ്യത്തിലുള്ളത്. അപ്പോ തികഞ്ഞവരായിട്ട് നമുക്ക് ആരെയും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. സദൃശ പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. മനുഷ്യന്റെ കണ്ണിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല എന്ന് ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തൃപ്തിപ്പെടാൻ കഴിയാത്തൊരു അവസ്ഥ ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കാൻ കഴിയുമെന്ന് ഈ എപ്പഫ്രാസ് പറയുമ്പോഴേ
അങ്ങനെ തികവുള്ളവനാകണമെങ്കിൽ ക്രിസ്തു എന്ന മർമ്മം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ വേരോടണം. ക്രിസ്തു എന്ന മർമ്മം ആരാണ്? യേശു ക്രിസ്തു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? എങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നത്? നമ്മളിപ്പോൾ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള ആ വ്യക്തമായിട്ടുള്ള ക്രിസ്തുവിന്റെ ആ മർമ്മം നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ അത് പോരാടുവാനായിട്ട് സാധിക്കുള്ളൂ. അതിന് നമുക്ക് ആ മർമ്മം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയും സഹായവും ധാരാളം ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപയില്ലെങ്കിൽ, സഹായം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അപ്പോ അതുകൊണ്ടാണ് ഈ എപ്പഫ്രാസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ ഉത്തരവാദിത്വത്തോടുകൂടി എപ്പഫ്രാസ് വായിച്ചത് ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയം ഉള്ളവരാകണമെന്നാണ്. അപ്പൊ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയം ഉള്ളവരാണ്. എന്താണ് നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ ഹിതം? നമുക്കറിയാം, ഒരുപാട് ഹിതങ്ങൾ ദൈവത്തിന് നമ്മെ കുറിച്ചുണ്ട്. ആദ്യമായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണം. അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ദൈവത്തെ എത്രമാത്രം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയുമോ അത്രമാത്രം നമ്മള് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കണം. അതുപോലെ ദൈവത്തെ സ്നേഹിച്ചും സേവിച്ചും ജീവിക്കണം. അതും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ സേവിക്കണം, അതുപോലെ ദൈവത്തെ ആരാധിച്ച് ജീവിക്കണം. ഇന്ന് ആരാധിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റു പലർക്കും ഇന്ന് ആരാധന അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. എത്രമാത്രം നമ്മൾ ദൈവഭയത്തോടും ഭക്തിയോടും കൂടിയാണ് ജീവിക്കുന്നത്, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ ഇടയാകട്ടെ. വിശുദ്ധിയോടെ ജീവിക്കണം. അതിനേക്കാൾ ഏറ്റവും വലിയ ഉപരിയായിട്ട് നമ്മള് ദൈവത്തിന്റെ ഒരു സാക്ഷിയായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. ഞാൻ ഓർക്കുമ്പോഴേ അതാണ് ദൈവം ഏറ്റവും കൂടുതൽ ഒന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നത് ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്നത്. രണ്ടാമത് എനിക്ക് തോന്നുന്നത് ദൈവത്തിന്റെ ഒരു സാക്ഷിയായിട്ട് കർത്താവിന്റെ നാമം മറ്റുള്ളവരെ അറിയിക്കും. ഇതിനൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ നമ്മൾ പോരാടിയെങ്കിൽ മാത്രമേ ഈ നിലയിലുള്ളൊരു ജീവിതം കാഴ്ചവെക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ആ നിലയില് റോമാലേഖനത്തിൽ നമ്മൾ പറയുന്നത് ദൈവഹിതം ഇന്നതെന്ന്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണം. അപ്പൊ ദൈവഹിതം തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കണം. ദൈവഹിതം തിരിച്ചറിയുന്ന കാര്യത്തില് നമ്മൾ വളരെ പുറകോട്ടാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കൊലോസിയിലുള്ള വിശ്വാസികൾ അങ്ങനെ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് നിലനിൽക്കേണ്ടതിന് വേണ്ടിയിട്ട് എപ്പഫ്രാസ് പ്രാർത്ഥിച്ചതുപോലെ വരും ദിവസങ്ങളില് നമ്മുടെ വിശ്വാസികളില് ഈ നിലയിലുള്ള ഒരു പോരാട്ടം ഉണ്ടാകുന്നതിന് വേണ്ടി, പ്രാർത്ഥനയിൽ ഒരു പോരാട്ടം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. അത് പോരാടി തന്നെ പ്രാർത്ഥിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പോരാടി പ്രാർത്ഥനയിൽ പോരാടണം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ കൂടി എനിക്ക് അത് മനസ്സിലാക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോരാടി എടുത്തിട്ടുള്ള ചില അനുഭവങ്ങൾ എനിക്കുണ്ട്. എന്നെ അതിനുവേണ്ടി പ്രേരിപ്പിച്ച ഒരു ദേവദാസനാണ് നമ്മൾ ഇന്ന് നിത്യതയിൽ ആയിരിക്കുന്ന പ്രിയ മാത്യു പോൾ അപ്പച്ചൻ. അദ്ദേഹവുമായിട്ട് എനിക്ക് ചെറിയൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങൾ എനിക്ക് തന്നു. ഒന്ന് രഹസ്യ പ്രാർത്ഥന, രണ്ടാമത് മറക്കാനാവാത്ത ചില അനുഭവങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വായിച്ച് പഠിച്ചപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് പോരാടുവാനുള്ള കൂടുതൽ ഉത്സാഹം എനിക്ക് ലഭിക്കാനിടയായി. ഞാൻ എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് എളുപ്പമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് ഫോളോ ചെയ്തു പോകുന്ന ഏറ്റവും ഉത്തമമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഈ ബാഗൽകോട്ട് കർണാടകയിലായിരുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സമയമുണ്ട്. അപ്പൊ സന്ധ്യാസമയത്ത് ഞാൻ എപ്പോഴും ടെറസിന്റെ മുകളിൽ കയറി നിന്നിട്ട് ആകാശത്തേക്ക് നോക്കി. അപ്പൊ ബാഗൽകോട്ട് നഗരം ഒക്കെ കാണാം. സന്ധ്യാസമയത്തിന് വേണ്ടി നല്ല ലൈറ്റ് ഒക്കെയാണ്. അവിടെ നിന്നുകൊണ്ട് ഞാൻ പാട്ടുകൾ പാടി, ടെറസിന്റെ ഒറ്റയ്ക്കാണ് പാട്ടുകൾ പാടി ഞാൻ ഒരുപാട് സമയം പ്രാർത്ഥനയിൽ ഇങ്ങനെ പോയി. ഈ സമയത്താണ് ഞാൻ അറിയപ്പെടുന്ന എൻ്റെ ഒരു കൂട്ടു സഹോദരി എന്ന് പറഞ്ഞാൽ ഒരു അനേക വർഷങ്ങളായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കൂട്ടു സഹോദരിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പോ എത്ര വർഷങ്ങളായിട്ട് അവര് വാടക വീട്ടിലാണ്. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചിന്ത വന്നു.
എന്തുകൊണ്ട് ഈ മാത്യു പോൾ അപ്പച്ചന്റെ പുസ്തകം വായിച്ചപ്പോഴും ഈ മാത്യു പോൾ അപ്പച്ചൻ കുറുവ എന്ന് പറയുന്ന ആലു കുറുമ്പ എന്ന് പറഞ്ഞവരുടെ ഇടയില് പ്രവർത്തിച്ചിട്ട് അവർക്ക് ഒരു സ്ഥലവും ഒരു കെട്ടിടം ലഭിക്കുന്നതിന് വേണ്ടി താൻ പ്രാർത്ഥനയിൽ നിരന്തരം പോരാടിക്കൊണ്ടിരുന്നു. രാപകലില്ലാത്ത രീതിയിൽ താൻ ആ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, വെറും 52 ദിവസം കൊണ്ട് 4 സെന്റ് സ്ഥലവും ഒരു കെട്ടിടവും വെക്കുവാനായിട്ട് അപ്പച്ചന്റെ കയ്യിൽ ഒരു പൈസ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതെങ്ങനെ സാധിച്ചു? താൻ പ്രാർത്ഥനയിൽ പോരാടി. അനേകം ദൈവമക്കളുടെ സഹകരണത്താല് തനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്കും ഈ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടിക്കൂടാ? അന്ന് മുതൽ ഞാൻ ഈ പ്രാർത്ഥനയിൽ പോരാടി. ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, കർത്താവെ 2 വർഷം കൊണ്ട് ഈ പ്രിയ കുടുംബത്തിന് ഒരു വീട് ലഭിക്കത്തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണം. അത് എന്റെ പ്രാർത്ഥന ഒരു എല്ലാ ദിവസവും ഞാൻ അത് ഇങ്ങനെ പോരാടിക്കൊണ്ടിരുന്നു. അതിന് ഏകദേശം 2 വർഷത്തോളായപ്പോൾ ചുരുക്കി പറയട്ടെ, എന്റെ ഒരു ദുബായിൽ ഉള്ള ഒരു മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഇങ്ങനെ ഒരു സഭയിൽ നിന്ന് ഒരു അപ്പീല് വന്നിട്ടുണ്ട്, ശരിയാണോ ആന്റി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരിയാണ് മോനെ, നിങ്ങളെ കൊണ്ട് കഴിയാവുന്നത്ര കളക്ട് ചെയ്ത് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, ആ കാര്യം 2 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 23 ലക്ഷം രൂപ ലഭിച്ചു. അവര് അതിനുശേഷം നല്ലൊരു വീട് വെച്ചു. ഇന്ന് സന്തോഷമായിട്ട് അവര് ഭവനത്തില് കഴിയുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നല്ല, ഈ എളിയദാസി മാത്രമല്ല പ്രാർത്ഥിച്ചത്, ഞാനും എന്റെ ദൈവവുമായിട്ട് എത്രമാത്രം ഈ വിഷയത്തിൽ പോരാടി എന്നുള്ളത് എനിക്ക് അത്രമാത്രം അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ രാപകലില്ലാതെ നമ്മളെ പ്രാർത്ഥനയിൽ പോരാടണം. എപ്പഫ്രാസ് പോരാടിയതുപോലെ പ്രാർത്ഥനയിൽ പോരാടി നമ്മളെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റി തരും. ഇന്ന് നമ്മൾ കൂടി വന്നിരിക്കുന്നതും എന്തിനു വേണ്ടിയാണ്? അനേകം വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കാനുണ്ട്. അനേകം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഒരു ദാരിദ്ര്യം ഇല്ലാത്തൊരവസ്ഥയാണ്. പ്രാർത്ഥിക്കാൻ ആളില്ലാത്ത ബുദ്ധിമുട്ടേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്ക് ഒരു ദാരിദ്ര്യമില്ല. അനേകം വിഷയങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ കാണുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥന നമുക്ക് നിന്നു പോയാൽ നമ്മുടെ ശ്വാസം നിലയ്ക്കുന്നത് പോലെയുള്ളതാണ് നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നമ്മള് ഈ പ്രാർത്ഥനയിൽ പോരാടി അനേക വിഷയങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് ഈ അവസരം നമുക്ക് ഉപയോഗപ്രദമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളത് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോ LC പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ഇന്ന് എത്ര പേര് ആ നിലയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കൽ ഒരു ദേവദാസ് എന്ന് കേട്ടാണ്, മനുഷ്യരുടെ മുന്നിൽ ദൈവം മുമ്പാകെ മുട്ടുകുത്തിയാൽ നമുക്ക് മനുഷ്യരുടെ മുന്നിൽ മുട്ടുകുത്തേണ്ട ആവശ്യം വരികയില്ലാന്ന്. നമ്മുടെ പ്രാർത്ഥനയിൽ നാം എത്രമാത്രം നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഏത് വിധേനയും പ്രാർത്ഥിക്കാം. ഞാൻ നടന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്, ചിലപ്പോൾ കിടന്നും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് പുഴക്കരയിൽ വെച്ചിങ്ങാട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ മുട്ടുമടക്കുമ്പോൾ അല്പം നമുക്കൊരു പ്രയാസം തോന്നുമായിരിക്കും. എന്നിരുന്നാലും ആ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഫലം കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ നിലയില് മുട്ടുകുത്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഗെത്സമനേ വെച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ പാനപാത്രം എങ്ങനെ നീക്കണമേ. പക്ഷെ അത് നീങ്ങി കിട്ടിയില്ല. അത് നീങ്ങി കിട്ടാതെ എന്നതിന് വേറെ ഉദ്ദേശം. അത് നീങ്ങി കിട്ടിയിരുന്നുവെങ്കിൽ നമുക്കിന്ന് ഈ സ്ഥാനത്തേക്ക് വരുവാനായിട്ട് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തില് മുട്ടുകുത്തിയെങ്കിലും ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടില്ല. അതിന് പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നു. നമ്മളെ ഓരോരുത്തരെയും അവിടെ ഇവിടങ്ങളായിട്ട് കർത്താവിനെ അറിയുന്നതിന് വേണ്ടിയിട്ട് ആ കർത്താവ് അങ്ങനെ മരിച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇന്ന് ഈ ഭാഗത്തേക്ക് നമുക്ക് തമ്മിൽ കാണുവാനോ പരിചയപ്പെടുവാനോ ഒന്നിനും സാധിക്കുമായിരുന്നില്ല. ആ നിലയില് നമ്മുടെ ജീവിതത്തില് വളരെ മുട്ടുകുത്തി ഒരു പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായാൽ അത് ഏറ്റവും നന്നായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പോ ഈ നിലയില് നമ്മളുടെ വിശ്വാസ ജീവിതത്തില് പോരാടി പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സമയത്തിന് മുമ്പേ ഞാൻ നിർത്തുകയാണ്. കാരണം എനിക്ക് ഇത്രയും ഇന്ന് ചിന്തിക്കാനായിട്ട് സാധിച്ചുള്ളൂ. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ശാരീരികമായിട്ട് ആദ്യം പറഞ്ഞ പോലെ അല്പം ക്ഷീണവും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതലായിട്ടൊന്ന് ചിന്തിക്കുവാനോ അത് നോക്കുവാനോ എനിക്ക് സാധിച്ചില്ല. എന്നാലും നമ്മുടെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥലസഭകളിലുള്ള പ്രിയപ്പെട്ടവർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മള് ആത്മാർത്ഥമായിട്ട് അവരുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി, ഉണർവിന് വേണ്ടി, ഉന്മേഷത്തിന് വേണ്ടി നമുക്ക് ആവോളം പ്രാർത്ഥനയിൽ പോരാടാം. ഇനിയും ഞാൻ ഒരു കാര്യം പറയുന്നത്, ഇനിയും ഞാൻ ഒരു വിഷയത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉത്തരം ലഭിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഉത്തരം ലഭിക്കുന്നത് വരെ നമുക്കതിലെ പോരാടണം. നിരന്തരമായിട്ട് ആ വിഷയങ്ങളോട്ട് പ്രാർത്ഥനയിൽ പോരാടണം. അതും കഴിയുന്നതും നമ്മുടെ രാത്രിയുടെ യാമങ്ങളിൽ, എല്ലാവരും ഉറക്കമാവുന്ന സമയത്ത് രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്നുകൊണ്ട് എണീറ്റിരുന്നു കൊണ്ട് ദൈവസന്നിധിയിലെ പ്രാർത്ഥനയിൽ പോരാടിയാൽ അതിന് ഉത്തരം എത്രയും പെട്ടെന്ന് ലഭിക്കുന്നുള്ളതും ഈ ഏഴയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ കൂടി മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ഇയാളുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ ജീവിതം അതെ ഞാൻ പല പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥനയിൽ ഇത്രമാത്രം പോരാടിക്കൊണ്ടത്. ജോർജ് മുള്ളർ, DL മൂഡി, അതുപോലെ PG വർഗീസ് എന്ന അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥനയുടെ ശക്തി എന്നുള്ളൊരു പുസ്തകം വായിച്ച് ഞാൻ ഒരുപാട് ആ പുസ്തകം വായിച്ചതിന് ശേഷമാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് എന്റെ ശക്തി കൂട്ടുകയും ആ പ്രാർത്ഥനയിൽ പോരാടുവാനൊക്കെ ഇടയായിത്തരുന്നത്. അനേക വിഷയങ്ങളോർത്ത് പ്രാർത്ഥിക്കുവാനും ഇന്നും അനേകരെ ഓർത്ത് പ്രാർത്ഥിപ്പാനും സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല എന്റെ ക്രിസ്ത്യൻ ജീവിതത്തോടുള്ള ബന്ധത്തില് പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ കടന്നു പോകുമ്പോഴും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് സഹോദരിമാര് ഞങ്ങളുടെ ടീമിലുണ്ട്. ആ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ പിൻഫലത്താലാണ് ആത്മീയമായിട്ട് ഞാൻ ഈ നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ അടുത്ത ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്കാത്ത ഒരു വിഷയം കൂടി അത് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ മിക്കവർക്കും അറിയാൻ സാധിക്കും, ഒരു അന്ധനായ ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും അവന്റെ മാതാവ് ലത എന്ന് പറയുന്ന സഹോദരി അവിടെ പോയി കാരക്കോണം മെഡിക്കൽ കോളേജിൽ പോയി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് കിട്ടിയ ഒരു കുടുംബമാണ്. അതെന്റെ വളരെ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. കർത്താവെ, ഈ വർഷം എന്റെ സഭയില് ഒരു വ്യക്തിയെങ്കിലും കടന്നു വന്ന് സ്നാനപ്പെട്ട് കൂട്ടായ്മയിൽ പങ്കുചേരണമെന്നുള്ള എന്റെ വലിയ ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയായിരുന്നു. ഇത് പറഞ്ഞ പോലെ പോരാടുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. കർത്താവ് അനുവദിച്ചാല് പ്രിയ സഹോദരിയുടെ സ്നാനം ഈ ഞായറാഴ്ച 26-ആം തീയതി ഞായറാഴ്ച രാവിലെ 8:30 ആ സ്നാനം നടത്താനായിട്ട് രാവിലെ ആശ്രയിച്ച് സഭ തീരുമാനിച്ചിരിക്കുകയാണ്. നോക്കുക, എന്റെ വലിയൊരു ആഗ്രഹമാണ് ഈ വർഷം ഒരാത്മാവെങ്കിലും സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെടുവാൻ ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് കാരക്കോണത്ത് പോയിട്ട്. പക്ഷെ ഒരാത്മാവെങ്കിലും സ്നാനപ്പെട്ട് സഭയോട് ചേരണമെന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. ദൈവത്തിന്റെ അളവറ്റ കൃപയാല് ആ കാര്യം ഞായറാഴ്ച ദിവസം നടക്കും. തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ ആശയം പ്രാർത്ഥനയില് പോരാടുക, അത് വലിയ ഒരു പോരാട്ടമാണ്. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല ഈ ലോകത്തിലെ ദൈവത്തിന്റെ വചനം നമ്മളെ അങ്ങനെ പ്രബോധിപ്പിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഈ വരും ദിവസങ്ങളില് നമ്മളുടെ സ്ഥലസഭയിലെ എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്ക് കൂടുതലായിട്ട് വളർന്നു വരുവാൻ, ആത്മീയ ശുശ്രൂഷകൾ മുടക്കകൂടാതെ നടത്തുവാൻ, എല്ലാ സഹോദരങ്ങളും കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കാൻ എല്ലാവർക്കും അനുഗ്രഹം ആവശ്യമാണ്. പക്ഷെ ദൈവം പറഞ്ഞ വഴിയില് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അനുഗ്രഹം മാത്രം. പക്ഷെ നമ്മുടെ അനുഗ്രഹം കുറയുന്നതിന്റെ കാരണം നമ്മൾ തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലാണ് സ്വർഗത്തിലെ എഫേസ്യർ വായിക്കുന്നത്. സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കാം എന്നല്ല പറഞ്ഞിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹം വാങ്ങേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. അതിന് നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവസന്നിധിയിലെ പോരാടുക, മുട്ടുകുത്തുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയിൽ കൂടി പോരാടി അനേകം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ ബലം ലഭിക്കുന്നതിന് വേണ്ടി ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള ബലവും ആവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ഷീണാവസ്ഥയിൽ കിടന്നപ്പോൾ എനിക്ക് പ്രാർത്ഥനയിൽ ഒന്നും പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല.
അപ്പൊ ശരീരത്തിന് ക്ഷീണമുണ്ട്. അപ്പൊ ആ ശരീരത്തിന്റെ ക്ഷീണം മാറി ശരീരത്തിന് ബലം ലഭിക്കുന്നതിന് വേണ്ടി അകത്തെ മനുഷ്യൻ വളരണമെങ്കിൽ നമുക്ക് ശരീര സുഖം ആവശ്യമാണ്. അപ്പൊ ഇന്നിത്യാദി കാര്യങ്ങള് അനേകം കാര്യങ്ങള് നമുക്ക് പ്രാർത്ഥനയിൽ പോരാടി മേടിക്കുവാനായിട്ട് വാങ്ങുവാനായിട്ട് സ്വർഗത്തിലെ തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളെ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യ ജീവിതം നയിപ്പാനായിട്ട് അനേകം വിഷയങ്ങളോട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നു. കുറവുകളും പോരായ്മകളൊക്കെ ധാരാളമുണ്ട് എനിക്കറിയാം. അതെല്ലാം പ്രിയ സഹോദരിമാരെ എന്നോട് ക്ഷമിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഇരിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം എന്നുവെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ഈ പ്രയർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കും ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന പ്രിയപ്പെട്ടവരോട് നന്ദിയുള്ളവളായിരിക്കുന്നു. തുടർന്നും അടിയനെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഇത്രയും പേര് തിരിച്ചു വന്നു എന്നുള്ളത് വലിയ ഒരു സമയത്ത് നമുക്ക്